നാലാം വളവിൽ നിന്ന് കുറച്ച് കച്ചവട സുഹൃത്തുക്കൾ കൂടി വന്നിട്ടുണ്ട്. എന്താ പേര്? എൻ്റെ പേര് അബ്ബാസ്. അബ്ബാസ്. അബ്ദുൽ ലത്തീഫ്. ഷാഫി. നിങ്ങൾ എന്താ അവിടെ നേരിടുന്ന പരിപാടി? അവിടെ നാലാം വളവിൽ ഇങ്ങനെ കച്ചവടം ഉണ്ടെന്ന് കേൾക്കുന്നു. കച്ചവടം നാലാം വളവിൽ കച്ചവടമുണ്ട്. കുറേ കച്ചവടങ്ങളുണ്ട്, ഒരുപാട് കടകളുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കച്ചവടമല്ല, അത് തട്ടുകടയാണ്. അത് തട്ടുകടയാണ്. ഈ തട്ടുകട നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് അതിപ്പോൾ ഈ നാട്ടിലൊക്കെ പരസ്യമാകുന്നത് അവിടെ മറ്റുള്ള കടകളാണ് കച്ചവടമാണ്. അത് നാടടച്ചവർ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വന്നിരുന്ന് കഴിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാകാം, നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നില്ലല്ലോ. ദിനംപ്രതി ഹൈവേ പോലീസിന്റെ അഞ്ചിൽ കൂടുതൽ പെട്രോളിംഗ് നടക്കുന്നുണ്ട്. അടിവാരം എയ്ഡ് പോസ്റ്റിന്റെ പെട്രോളിംഗ്, റോഡ് സേഫ്റ്റി, താമരശ്ശേരി റോഡ് സേഫ്റ്റിന്റെ പെട്രോളിംഗ് ഒക്കെ 5-8 പ്രാവശ്യം പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അതിലുപരി മഫ്തിയിൽ പോലീസുകാരുണ്ട്. എന്നിട്ട് ഇതുവരെ ഒരു കേസ് പോലും അവിടുന്ന് പിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തിന്റെ അർത്ഥത്തിലാണ് ഇത് ഇങ്ങനെ പറയുന്നത്? ഹോട്ട്സ്പോട്ട് ആണെന്നാണ് പറയുന്നത്. തീർച്ചയായും ഉമ്മാനെ കൊന്നവൻ അവിടെ ജോലി എടുത്തെന്ന് പറഞ്ഞു. അവിടെ ഉമ്മാനെ കൊന്നവൻ അങ്ങനെ അവിടെ ജോലി എടുത്തിട്ടേ ഇല്ല. നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ 8 മാസം മുമ്പ് എന്റെ കട ജോലി ചെയ്തേക്കണേ. ഞാൻ ഒരു സെക്കൻഡ് ആ ഉമ്മാനെ ഭാര്യയെ കുത്തിക്കൊന്ന് ആ അവസരത്തിൽ ഇത് കേൾക്കോ ഭാര്യയെ കുത്തിക്കൊന്ന അവസരത്തിൽ ഞങ്ങൾ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ആൾക്കാർ എന്നുള്ള ആൾക്ക് ഇവന്റെ വീട്ടിൽക്കാണ് പോലീസ് അന്ന് തെരഞ്ഞു പോയത്, ലൊക്കേഷൻ ഇട്ടിട്ട് പോയത്. ഈ പറയപ്പെടുന്നവരെ വീട്ടിൽ ഒരു സെക്കൻഡ് പറയട്ടെ ഞങ്ങൾ പറയട്ടെ. ഭാര്യ ഒരു കച്ചവട താല്പര്യമാണ്. ഭാര്യയെ കൊന്ന അവസരത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ആൾക്കാർ എന്നുള്ള ആൾക്ക് പോലീസ് ഇൻഫോം ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സഹായം കൂടി ഞങ്ങൾക്ക് വേണം, തെരയണം എന്ന് പറഞ്ഞു. ഈ തെരയണം എന്ന് പറഞ്ഞാൽ താമരശ്ശേരി പോലീസ് താമരശ്ശേരി പോലീസ് CI സായിദ് സാറ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ ഫോർത്ത് വളവ് ഒരു ലഹരിയുടെ ഹോട്ട്സ്പോട്ടായ ഒരു സ്ഥലമാണ്. അങ്ങനെ കുറെ ഹോട്ട്സ്പോട്ടുകൾ ഇവിടെയുണ്ട്. അവിടെ മറ്റ് കച്ചവടം ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നതാണ് അവരുടെ ആശങ്ക. പക്ഷേ അവിടെയൊക്കെ ഹോട്ട്സ്പോട്ടുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നമുക്കൊരു കവിതയാവാം. നമ്മുടെ ഫൈസൽ അത് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. പോലീസുകാരും പറ്റ മോശക്കാരല്ല. പോലീസിലുള്ള ആൾക്കാർ വളരെ സുന്ദരമായിട്ട് പെട്രോളിംഗ് ചെയ്യുന്നുണ്ട്. വിജു സാറിനെ പോലത്തെ ആൾക്കാർ വളരെ സുന്ദരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അല്ല, എല്ലാ പോലീസുകാരെയും നമ്മൾ ഡാൻസ് ഒരു കവിത കേട്ടാലോ? ഡാൻസ് ആപ്പിലുള്ള വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ശരി, അപ്പൊ നമ്മളൊരു കവിത കേൾക്കുന്നു. പുതുപ്പാടിക്ക് വേണ്ടി ഒരു കവിതയോട് കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. അഭിമാനമായിരുന്നെൻ്റെ നാട് ഇന്ന് അപമാനമായിടുന്നെൻ്റെ നാട്. അഭിമാനമായിരുന്നെൻ്റെ നാട് ഇന്ന് അപമാനമായിടുന്നെൻ്റെ നാട്. തിരികെ നടക്കുവാൻ തിരികെ പിടിക്കുവാൻ ഇനി എത്ര ദൂരം നാം താണ്ടിയിടണം. തിരികെ നടക്കുവാൻ തിരികെ പിടിക്കുവാൻ ഇനി എത്ര ദൂരം നാം താണ്ടിയിടണം. കൊല്ലും കൊലകളും ലഹരിയിൽ മുങ്ങുന്ന വാർത്തയ്ക്ക് വഴിയായി നടന്നിടുമ്പോൾ, കൊല്ലും കൊലകളും ലഹരിയിൽ മുങ്ങുന്ന വാർത്തയ്ക്ക് വഴിയായി നടന്നിടുമ്പോൾ, മണ്ണിൻ്റെ മണമുള്ള മലയോര മണ്ണിനെ തിരികെ പിടിക്കുവാൻ കൈകോർക്കണം. മണ്ണിൻ്റെ മണമുള്ള മലയോര മണ്ണിനെ തിരികെ പിടിക്കുവാൻ കൈകോർക്കണം. ലഹരിയും വേണ്ട ലഹളയും വേണ്ട കൗമാര ചിന്തയെ കരുതിയിടണം. ലഹരിയും വേണ്ട ലഹളയും വേണ്ട കൗമാര ചിന്തയെ കരുതിയിടണം. ഈ വരികളോടെ നമുക്ക് അടിവാരത്ത് നിന്ന് യാത്ര മാറാം. ഒരു നാടിനെ ഭിന്നിപ്പിക്കാൻ ഈ ലഹരി മതി എന്നുള്ളത് മാത്രമാണ് ഒരിക്കൽ കൂടി അടിവാരത്ത് നിന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നാട് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഈ നാടിനെ നമുക്ക് പുതുപ്പാടിയെ, താമരശ്ശേരിയെ, അടിവാരത്തെ, ഈങ്ങപ്പുഴയെ സമ്പൂർണ്ണ ലഹരിമുക്ത ഗ്രാമമാക്കാൻ നാട് തയ്യാറാണ്.